ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് തട്ടിക്കൂട്ടാൻ പറ്റുന്ന ഒരു സ്നാക്ക് ആയിട്ടൊക്കെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഒരു ബനാന ദോശയാണ് കേട്ടോ ചെയ്യുന്നത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ട കാര്യം മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അതുകൂടെ കേട്ടോ. അപ്പോൾ ഇതൊന്ന് കണ്ടുവയ്ക്കാമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു ബാറ്റർ ഒന്ന് റെഡിയാക്കാനായിട്ട് ആദ്യം ഒരു ബൗളിലേക്ക് ഒരു 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഇനി വാനില എസൻസ് ഇല്ലെങ്കിൽ കുറച്ച് ഏലക്കാപ്പൊടി ആയാലും കുഴപ്പമൊന്നുമില്ല. ആദ്യം മുട്ട അത്യാവശ്യം നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിലേക്കൊരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അത്യാവശ്യം മുട്ട ചെറുതായിട്ടൊന്ന് പതയുകയും ചെയ്യണം. ആ ഒരു പഞ്ചസാര നന്നായിട്ട് മെൽറ്റായി കിട്ടും വേണം. ശരിക്കും നമ്മളിതിൽ മധുരം വളരെ കുറച്ചിട്ടാണ് ചെയ്യുന്നത്. ലാസ്റ്റ് കഴിക്കുന്ന സമയത്ത് സ്വീറ്റായിട്ട് എന്തെങ്കിലും കൂട്ടിയിട്ടാണല്ലോ കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1 കപ്പിൻ്റെ അടുത്ത്, 1 കപ്പ് ഫുള്ള് വേണ്ടി വരില്ല, നോക്കിയിട്ട് ഒഴിച്ചാൽ മതി. ബട്ടർ മിൽക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഒന്നുമില്ല, നമ്മളെ സാധാ മോര്, പുളി ഇല്ലാത്തതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യത്തിനുള്ള പാലെടുത്തിട്ട് അതിലേക്കൊരു 1/4 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് വിനാഗിരി ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുത്ത് അതൊരു സൈഡിൽ വെക്കുക. ഒരു 20-25 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ചെറിയൊരു തൈരിൻ്റെ ചെറിയൊരു മോരിൻ്റെ ഒരു ലുക്കിലേക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യമേ മുഴുവൻ ഒഴിക്കേണ്ട. മാവ് മിക്സ് ആക്കിയിട്ട് ഒരുപാട് ലൂസ് വേണ്ട നമുക്ക് ഈ ഒരു മാവിന്. അപ്പോൾ അതിന് നോക്കിയിട്ട് ഒരു 1/4 to 1 ഉള്ളിൽ കേട്ടോ. എന്നിട്ട് അതോടെ ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇനി ഇതിലേക്കുള്ള മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു 1.5 കപ്പ് പൊടിയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബട്ടർ മിൽക്കാണ് നമ്മൾ ഒഴിച്ചിട്ടുള്ളത്. 1 കപ്പ് പൊടിയൊക്കെ ആണെങ്കിൽ വളരെ കുറഞ്ഞ അളവിൽ ആ ഒരു മിൽക്ക് മതിയാവും കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് ഒഴിക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. കട്ടയൊന്നുമില്ലാതെ നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക. മൈദ ഇടുന്ന സമയത്ത് 2-3 പ്രാവശ്യമായിട്ട് കുറച്ച് ചേർത്തിട്ട് മിക്സ് ആക്കി എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ കട്ടയൊന്നുമില്ലാതെ പെട്ടെന്ന് ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഇത് കട്ടയൊന്നുമില്ലാതെ നല്ലോണം മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. നല്ലൊരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നല്ല പാൻ കേക്കിൻ്റെ ഒക്കെ പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുറച്ചുകൂടെ ഫ്ലഫി ആയിട്ടുള്ള ടെക്സ്ചർ വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ബേക്കിംഗ് പൗഡർ വേണ്ടി വരും കേട്ടോ. കാരണം നമ്മൾ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ടല്ലോ ഇതിലേക്ക്. ഈ സമയത്തിന് ഇതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലൂടെ ഒഴിച്ചിട്ട് മിക്സ് ആക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ഒരു ഇത്തിരി കൂടെ മായവും കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ അത് മറക്കണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ മിക്സിംഗ് പരിപാടി. ഇനി റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചൂടാക്കി എടുക്കുക. കൂടുതലൊന്നും വേണ്ട കേട്ടോ. ചെറിയൊരു ഷാലോ ഫ്രൈ പോലെ ഒന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓയിൽ എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ട് ചെറിയ ചൂടിൽ വെച്ച് കൊടുക്കുക കേട്ടോ. ഒരുപാട് ഹൈ ഫ്ലെയിം വേണ്ട. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ മാവ് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് കോരി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഏതുപോലെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി റെഡിയായി കിട്ടും. കുറേ സമയമൊന്നും വേണ്ട. ഒരു 1 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേന് ഈ സൈഡ് അത്യാവശ്യം ഇങ്ങനെ ഒന്ന് സെറ്റായി വരുന്ന പോലെ തോന്നും. അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് കുറച്ച് സെക്കൻഡ് കൂടെ തിരിച്ചിട്ട് കൊടുത്തിട്ടും വെച്ച് കൊടുക്കാം. ഇങ്ങനെ തിരിച്ചിട്ട് കഴിഞ്ഞിട്ട് ഒരു കുറച്ച് സെക്കൻഡ് കൂടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സൈഡും കൂടെ കറക്റ്റ് കുക്കായിട്ട് കിട്ടിക്കോളൂ. ഇതാ അങ്ങനെ മറിച്ചിടുന്ന സമയത്തുണ്ട് കറക്റ്റ് അതിനായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ സാധാരണ ഏകദേശം ഒരു പാൻ കേക്കൊക്കെ പോലെ തന്നെ, പിന്നെ അത്രയ്ക്കൊരു ഫ്ലഫി ആയിരിക്കില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുട്ട കുറച്ചുകൂടെ ഒക്കെ നല്ലോണമൊക്കെ ഒന്ന് പതപ്പിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ഫ്ലഫി ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് ചൂടോട് കൂടി തന്നെ നല്ല ചോക്ലേറ്റ് സോസോ അല്ലെങ്കിൽ ജാം കൂട്ടിയിട്ടൊക്കെ കഴിക്കാം. അല്ലെങ്കിൽ തേൻ കൂട്ടിയിട്ടോ ഡേറ്റ് സിറപ്പൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഈ ഒരു രീതിയിൽ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇനി വെറുതെ പാനിൽ എണ്ണയൊന്നും ഒഴിക്കാതെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ദോശ പോലെ ഇങ്ങനെ പരത്തിയെടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. നന്നായിട്ട് ഒന്നിങ്ങനെ പരത്തിയെടുത്തിട്ട് ഒരു 2-3 സെക്കൻഡ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ടെക്സ്ചറിലേക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഒന്നങ്ങ് തിരിച്ചിട്ട് കൊടുത്തിട്ട് കുറച്ച് സെക്കൻഡ് കൂടെ ഒന്നങ്ങ് വെച്ച് കൊടുത്താൽ മതി. ശരിക്കും ഇത് കൂടുതൽ ഷുഗറൊന്നും ഇല്ലാതെ ഇതുപോലെ വെറുതെ ദോശ പോലെ ചുട്ടെടുത്തിട്ട് കറി കൂട്ടിയിട്ടൊക്കെ കഴിക്കാനും നല്ല ടേസ്റ്റുള്ള ഐറ്റമാണ്. ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം. ഇതെന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ ഒരു ദോശ ചുട്ടിട്ട് കഴിക്കുന്ന ഒരു രസം. തിരിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ കുറേ സമയമൊന്നും വേണ്ടി വരില്ല. ഇതുപോലെ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഒരു ദോശ പാനിൽ നിന്ന് പാത്രത്തിലേക്ക് എടുക്കാം. ഈ ഒരു ദോശയും നമുക്ക് ഇതുപോലെ തന്നെ വെറുതെ ഒന്ന് റോൾ ചെയ്ത് കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റിൽ കുട്ടികൾക്കൊക്കെ ഒരു ഇത്തിരി കൂടി വെറൈറ്റിയിലൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് റോബസ്റ്റ പഴമോ ചെറുപഴമായിട്ട് ഇതുപോലെ മുറിച്ചിട്ട് നടുവിലേക്ക് വെച്ച് കൊടുക്കുക കുറച്ച് പീസസ്. എന്നിട്ട് അതിൻ്റെ മേലേക്ക് തേൻ ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ കുറച്ച് ഡേറ്റ് സിറപ്പ് എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ചൊരു ഡേറ്റ് സിറപ്പാണ് ആക്കി കൊടുക്കുന്നത്. ചോക്ലേറ്റ് സിറപ്പാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ രസം ഉണ്ടാവും കേട്ടോ. അപ്പം ഇത് തമ്മിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്.
എന്നിട്ട് ഇത് വെറുതെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ രണ്ട് സൈഡ് ഒന്ന് റോൾ ചെയ്തെടുക്കാം. എങ്ങനെ വേണമെങ്കിലും ജസ്റ്റ് മുറിച്ചിട്ടൊക്കെ കഴിക്കാവുന്നതേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള ഐറ്റം തന്നെയാണ്. ജസ്റ്റ് ഇതും കൂടി ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ വളരെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചെറിയ റെസിപ്പി അത്രയേ ഉള്ളൂ കേട്ടോ. ഭയങ്കര ടേസ്റ്റി, ഭയങ്കര സംഭവമായിട്ടുള്ള റെസിപ്പി ഒന്നുമില്ല. എന്നാലും കുട്ടികൾക്ക് തട്ടിക്കൂട്ടി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം അത്രയേ ഉള്ളൂ. പിന്നെ നല്ല ഹെൽത്തി ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൈദ ഒഴിവാക്കിയിട്ട് ഗോതമ്പ് വെച്ചിട്ടും ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ട കാര്യമൊക്കെ മറക്കരുത്. അതുപോലെ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാനും കേട്ടോ. അപ്പം ഇനി എന്തായാലും എന്നത്തെയും പോലെ തന്നെ നല്ല റെസിപ്പീസായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്